കാര്യം മനസ്സിലായി. 14 ദിവസത്തേക്ക് വെളിയിലൊക്കെ പോറായതൊക്കെ അറിഞ്ഞു ചിലരൊക്കെ. ആ ബ്രോ കേറാം. ഓ പകരം വിട്ടാ മതിയാണല്ലേ പഴയ കേസിന്. ആകെ 2 കോടി രൂപയുടെ എല്ലാവരും MLA തന്നത് എനിക്ക്. ഇതിനൊക്കെ പകരം ചോദിക്കാൻ പറ്റുന്നത് നാടക്കാടാണ്. നമ്മ മോണ്ടർലി പയ്യ എന്റെ തട്ടിക്കൊണ്ടോന്ന് പറഞ്ഞ് രക്ഷിക്കാൻ വന്നതാണ്. ഒരു സെക്കൻഡ്. ഹലോ മോട്ടറേ തട്ടിക്കോട്ട് അലീമിയല്ല അത് മോണ്ടർ അത് സംസാരിച്ചു കേട്ടില്ലേ മറ്റേ AG മോണ്ടർലി. അതോ കിടന്നു ആള് തീർന്നു കേട്ടോ. 3ത്തെ അടിയിൽ ആള് തീരും. അടുത്ത അടിയിൽ ആള് തീരും. പുതിയ വണ്ടിയൊക്കെ എടുത്തല്ലേ ഇറക്കല്ലേ? നോക്കട്ടെ ഓടിച്ചോക്കട്ടെ. അവ എന്നെ ഇടിച്ചു പോയിട്ട് നോക്കി വന്നപ്പോ. മണ്ടലാണ് അവൻ. തോക്കെടുത്ത് ഷോൾഡറിൽ വെച്ച ഒരു വർഷം കഴിഞ്ഞ കിടക്കുന്നത്. പയ്യന് സ്നേഹം കൂടുതലാണ്. കൊല്ല ഞാൻ തന്നെ ചത്ത് കേട്ടോ. ചത്തില്ല പക്ഷെ വീഡിയോത്തിൽ ചാത്തില്ലല്ലേ പറയുമ്പോ ഇത്തവണ. ഇപ്പൊ എന്തായാലും വണ്ടി സെറ്റാണ്. ഓഫ് റോഡ് കൂടി നടത്തുക. പോയി നീ ഒന്നും അറിഞ്ഞില്ല. ഡിലേ നീ അടുത്ത ഹോസ്റ്റലിനെ കിട്ടി. ഗ്യാങ് ഹൗസ് ലൊക്കേഷൻ പറയാണ്. അവരുടെ ബാക്കിൽ അവരുടെ നമ്മുടെയാണാ നമ്മുടെ റൈറ്റിൽ മേളിലോട്ട് ആ വഴി അന്നിങ്ങനെ കയറ്റാം. ഓഫ് റോഡ് വഴി ഓഫ് റോഡ് ബസ് കൂടി ചെയ്യാൻ വേണ്ടി. ഇവിടെ ലെഫ്റ്റ് എടുക്കാം അത്ര വണ്ടി തെറ്റാണല്ലേ. ഓ എത്ര ദിവസം കാണുന്ന ആർക്കറിയും ഇങ്ങനെ. അങ്ങനെയൊക്കെയാണ് കുറ്റപ്പുറത്താ എത്തി. എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. ഇത്ര കുറ്റം പറഞ്ഞ സ്ഥിതിക്ക് നീ ഇത്ര കുറ്റം പറഞ്ഞ സ്ഥിതിക്ക് ഇവനെ കൈവക്കി അങ്ങാത്ത തെറ്റ് കൈവക്കി അകത്തേറ്റ് AG-യിലുള്ള എനിക്കറിയാം. ബണ്ടൻ റിഫ്രഷ് ചെയ്ത് ക്യാരക്ടേഴ്സ് കൂടി കടിച്ചു കൊടുത്ത്. അണ്ണിനെ കുറ്റം പറയുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് കുഴപ്പമില്ല. ഇവിടെ കക്കൂസ് ആയിട്ട് കുറച്ച് ദിവസം മോണ്ടർ നിന്റെ ബ്രഷ് പോലത്തെ പൊടി വെച്ചെന്ന് കഴിയാൽ കാര്യങ്ങൾ സെറ്റ് ആവും. കക്കൂസ് കഴിപ്പിച്ചാടാ. എന്ത് സ്വഭാവടാ നിന്റെ പാവപ്പെട്ട പയ്യൻ. അച്ഛനെ വിളിച്ച് ആള് അപ്പൊ കൂടെ വെച്ചാ ഇന്ന് ഞാൻ ഇരിക്കും നാളെ നീ ഇരിക്കുന്നു. അവൻ അങ്ങനെ ഒരു പയ്യനല്ലായിരുന്നു. അവൻ എന്ത് പറ്റി OG കയറിയപ്പോഴത്തേക്ക് അവൻ വീണ്ടും പ്രശ്നമായി. അവന് ഗ്യാങ് കയറുമ്പോഴത്തേക്ക് ഇടക്കിടക്ക് വായിക്കില്ലേ ലൈസൻസ്. ഇവിടെ ഫോട്ടോ താഴോട്ടായിരുന്നു. സ്ക്രോൾ ചെയ്യാൻ ഭയങ്കര പണിയായിട്ടാണ് ഇത്. നിന്റെ ആരാണ് ഫോൺ എടുക്ക്.
ആ ഞാൻ തല്ലല്ലോടാ. ആ അയ്യോ ഇവിടെ എന്താണ് ഇതൊക്കെ ഹറാം. ഇതൊന്നും ശരിയല്ല കേട്ടാ. അതാരി ഇതൊക്കെയാണ് അപ്പൊ ഫോണിലല്ലേ മോനെ? അണ്ണ ഇനി ഒന്നും കൂടി ഫോൺ എടുത്ത് നമ്മളൊരു സാധനം വെച്ചിരാ. ഓ എടാ ഇവന്റെ ഫോണ് മൊത്തം ഇത് കേട്ടാ. ഇവ ശരിയല്ലേ, ഇവ സിറ്റി പോലെ ഫോണിൽ ഇതൊക്കെയാണ് സേവ് ചെയ്ത് റാസ്കൽ. ഓ നമ്മുടെ ഫോട്ടോ ഡൂഡൂച്ചാണല്ലേ കഴുന്നത്. നല്ലോണം കഴിക്കുക. പയ്യ സണ്ണിയതി കൊണ്ട് ബ്രായിട്ട ബിക്കൊക്കെയാണ് എടുത്ത് സേവ് ചെയ്തോണ്ട് നടക്കുന്നത് റാസ്കൽ. അത് സിറ്റി പോയി കണ്ടുപിടിച്ചത് പ്രശ്നമുണ്ട്. ക്യാം മാറ്റണല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റൂലേ? റാസ്കലിന്റെ ഫോട്ടോ കാണിച്ചു പറ്റി. അല്ലല്ല ഫോട്ടോ ഫോട്ടോ നമുക്കും വേണ്ട അതൊരെണ്ണം. ഇതൊക്കെയാണ് അവന്റെ ഫോട്ടോ. 1 2 ഇത് വേണ്ട 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 വേണ്ട. എനിക്ക് അത്രയ്ക്ക് ദാരിദ്ര്യമില്ലടാ മോനെ. നീ ഈ സിറ്റിയുടെ അകത്ത് ഇത് കൊണ്ട് നടക്കുന്നതൊക്കെ വലിയ കൊച്ച് ചില്ലറ കഴയല്ല, അത് കാട്ട കഴ എന്തിനാണത്, മനസ്സിലായില്ലേ? ഒന്നും പറയാനില്ല. അപ്പൊ റേഡിയോ കാണൂലെന്ന് എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ആ റേഡിയോയിൽ പിന്നെ ഞാനേ ഉള്ളു, ഒന്നും കാണാനൊന്നുമില്ല. ഹലോ എന്താണ്ടാ മോനെ? ഓപ്ഷൻ എന്തൊരു ഓപ്ഷൻ? ഓപ്ഷൻ ആ ഓപ്ഷൻ. എടാ ഞാനൊരു കാര്യം പറട്ടെ, നീ ഓപ്ഷന് മറ്റേ എന്തിനും പിടിച്ചെടുത്താലും എനിക്ക് നീ വില കുറച്ച് തരും. നീ പിടിച്ചെടുക്കുന്ന തന്നെയാണ് എനിക്കിഷ്ടം. നീ എനിക്കൊരു സസ്താ വരാന്ന് പറഞ്ഞ് പോയിട്ട് ആ വഴി പിന്നെ കണ്ടിട്ടില്ലല്ലോ. പിന്നെ എത്ര രൂപയെന്ന് പറ. പൈസ നോക്കുന്നു ഫ്രീ ആയിട്ട് എടുത്തിട്ടാണ്. എന്റെ പൊന്നോ കള്ളൻ, നീ അരമണിക്കൂർ ഇവന്റെ ലോക്കർ ഈ പറഞ്ഞ രണ്ടും സത്യമായിരിക്കും. പക്ഷെ ഇതിന്റെ ലോക്കറിൽ ഒരു 500 കോടി രൂപ കാണും, എനിക്ക് ഉറപ്പാണ്. ഞാനത് നിനക്ക് നീ എന്ന് തോക്കുറ്റ പൈസ ഒക്കെ എവിടെ പോയി? ഏത് വണ്ടി? വണ്ടിയൊക്കെ വിൽക്കാൻ പാ. മിനി കൂപ്പറൊക്കെ ഉണ്ടോ സിറ്റിയില്? മഴയുടെ ശബ്ദമാണ്, അതെനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. മഴയുടെയാണ് നോയ്സ് വെക്കുന്നത്, മഴയുടെയാണ്. ഫാൻ്റെ അല്ല കേസ്, മഴ വന്ന് ഷീറ്റിൽ വീഴുന്നില്ലേ ആ സമയം പോലെ. ഇത് എത്ര രൂപടാ? ഇതിന് 6000 രൂപ. 6 കോടി രൂപ വണ്ടി നീ ഓടിക്കും അല്ലേ? ഇനി കാര്യം സസ്താവെപ്പ് ഉണ്ടാ കയ്യില്? എത്ര രൂപ? നീ ലാസ്റ്റ് തന്ന റേറ്റ് അതിന് നന്നായി. നീ മറ്റേ ഒറിജിനൽ റേറ്റ് തരയുടെ എനിക്ക് നിന്റെ വാങ്ങേണ്ട ആവശ്യത്തില് 95 5 അങ്ങ് വെച്ച് കാച്ചടവൻ. എന്നുവെച്ചാ 5 കോടി രൂപ അവര് കൊടുക്കാറത്. ആ അതെനിക്ക് റേറ്റ് ഒറിജിനൽ റേറ്റ്, നിന്റെ റേറ്റാണ് ഞാൻ ചോദിച്ചത്. നീ 2 കോടി രൂപയ്ക്കാണ് എനിക്ക് തരാന്ന് പറഞ്ഞത്, എന്നിട്ട് പോയാ മതി. താറായി കേട്ടോ കള്ള മര്യാദക്ക്. എന്റെ 2 കോടിയേ ഉള്ളടാ. 2 കോടി സത്യമുള്ള. 1 കോടിയെ പിന്നെ തന്നാ മതിയാ. ഇപ്പൊ 2 കോടി തരാം. എന്റെ ഇപ്പൊ ഉള്ളതാണ്. ആ 2 കോടി തരാം. 2 കോടി തരാം. ബാക്കി ഞാൻ പിന്നെ തരാം. അപ്പൊ വാ നീ മെയിൻ ക്യാരേജ് കേട്ടോ, തോക്കെടുത്താ. വാടാ നിങ്ങളും വാ. ആ ഓടിച്ചോട്ടോ. ഇനി ഓടിച്ചോ കുഴപ്പമില്ല. നീ കുറ്റം പറഞ്ഞത് കേട്ടാ നിന്റെ വായ ഇടിച്ചാൻ കറക്കും. ഓ ഗൈസ് ബ്ലാക്കിനാണ് 70 ലക്ഷം, മനസ്സിലായില്ലേ? ആ വൈറ്റ് എന്ന് പറഞ്ഞത് എടേ നീ പറഞ്ഞ കണക്ക് തെറ്റാണല്ലോ. 70 ലക്ഷം രൂപയല്ലേ ഉള്ളൂ സസ്താ. ഗ്രോസൊക്കെ അല്ലേ 95? അത് സസ്താ, അത് ഗ്രോസൊക്കെ അല്ലേ?
എനിക്ക് അതിൽ ഡൗട്ടുണ്ട്, ചെറിയ ഡൗട്ടുണ്ട്. സത്യം എത്ര ഉണ്ട് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ നോക്കട്ടെ നോക്കി എപ്പോഴാണ് റേറ്റൊക്കെ കുറച്ച് നീ അറിഞ്ഞില്ലേ? റേറ്റൊക്കെ കുറച്ച് നീ മറ്റേ പഴയ കാലത്തിരിക്കുകയാണ്. 70 ലക്ഷം രൂപയാണ് ഇപ്പൊ സ്വസ്ഥാവയുടെ വില. 90 ഒന്നും ഗ്രോസറിയുടെ വില. 70.5 3.5 കോടി. ഇനി എനിക്ക് നേരത്തെ 95 2 കോടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ 75 എനിക്ക് 1.25 കോടിക്ക് 1 കോടി 60 ലക്ഷം രൂപ. എടേ അത് റേറ്റ് റേറ്റ് കുറച്ച് നീ അതിനനുസരിച്ച് അമ്മ കുറച്ച് തരണം. നീ ഇങ്ങനെയാണെങ്കിൽ നമ്മളെ ബന്ധത്തിന് വില കൽപ്പിക്കുന്നില്ല നീ. 50 രൂപയായിട്ട് എന്ത് ബന്ധം നിനക്ക്? അവനുമായിട്ടും ബന്ധമുണ്ടോ നിനക്ക്? ആണോ? എടാ അതുപോലെയാണോടാ ഞാൻ നീ എന്നെ കാണുന്നല്ലേ? 50 രൂപ എന്നെ വിലയാണ് കാണണമെങ്കിൽ എനിക്ക് തോക്ക് വേണ്ട കുഴപ്പമില്ല. അയ്യോ എന്തൊക്കെ എടാ നീ ഏജിയാക്കി വേണ്ടി വാറിലെ വണ്ടി ഓടിക്കാറുണ്ടോ? എങ്ങനെയാണെങ്കിൽ ഇനി ഓടിക്കരുത്. എനിക്കിപ്പോ കാര്യം പിടി കിട്ടി. അവര് വാറിലൊക്കെ തോക്കുന്നതിന്റെ റീസൺസ് എനിക്ക് പിടി കിട്ടി. നോക്ക് ഈ മരം, തൂണ്, പോസ്റ്റ്, മതില്, വീട് എല്ലാത്തിലും കയറ്റിയവൻ. ഇവരുടെ കൂട്ടത്തിലാണ് ഇന്നൊരു പയ്യൻ നമ്മളിട്ട് വാറുണ്ടായിരുന്നു വൈകിട്ട്. അത് കിടൂന വണ്ടി ലോക്കാക്കി ചിക്കൻ പറഞ്ഞോണ്ടിട്ട് പാവം മറ്റേ സ്റ്റാലിനെ വെടി വെച്ചോണ്ടൊക്കെ നോക്കിക്കണ്ട് ആണല്ലേ? ലോക്കാക്കിട്ട് അതെന്തൊരു സ്വഭാവം തോന്നുന്നു. എനിക്ക് ഇതേപോലെ ALX ഒരുക്കി എന്റെ അടുത്ത് ഇതേപോലെ കാണിച്ചിട്ടുണ്ട്. ഹലോ ബ്രോ, എത്ര രൂപയാണ് ബ്രോ? പൈസ എന്റെ ഒന്നാണ് പൈസ ഇല്ല ബ്രോ. ഇപ്പൊ തന്നെ ഒരു തോക്ക വാങ്ങാനായിട്ട് ഇവന്റെ തെണ്ടി കിടക്കുകയാണ്. എത്ര രൂപ പറ? പറ്റുന്ന ഇടയ്ക്ക് എടുക്കാം. 1,15,000 ചന്ദ്രന്റെ അറിയല്ലോ ബ്രോ. 1,00,000 രൂപയ്ക്ക് പറ്റുകയാണെങ്കിൽ ഞാനൊരു പകുതി എടുക്കാം. 500 എടുക്കാം. എടുത്താ? ആ വാ. ID 161. ഇത് ഡ്യൂറബിലിറ്റി ഒക്കെ ഉണ്ടാ? ഇത്ര ഉണ്ട് ഡ്യൂറബിലിറ്റി? എത്ര ഉണ്ട്? ഒന്നേ ഉള്ള മൊത്തത്തിന് 1,00,000 രൂപ ഉള്ള 1,60,00,000 രൂപ വരാം. നീ 1,60,00,000 രൂപ തരാന്ന് പറഞ്ഞാണ്. നീ വീണ്ടും ഇവിടെ വീണ്ടും നിന്റെ സുഖം മാറിയേ. ഞാൻ 1,75,00,000 രൂപ സെറ്റ്. വാ ഇതാ 161. അറുത്ത് കൊണ്ട് പോയി. എന്റെ അറുത്ത് കൊണ്ട് പോയി. നീ പറ്റുന്ന നിനക്കൊക്കെ എന്റെ എന്തെങ്കിലും അറുത്ത് മേടിക്കാൻ? 70 ലക്ഷം രൂപയുടെ സാധനം 3 ഇരട്ടി പൈസക്ക് എന്റെ വൈറ്റിട്ട് മേടിച്ചത്. 3 ഇരട്ടി മേടിച്ചു എന്റെ ഏകദേശം. കഴിഞ്ഞ വട്ടം 2 ഇരട്ടിക്ക് തന്നാണ് കള്ളൻ. നിന്റെ നോക്കല്ലേ? ഇത് ഏതൊക്കെ അണ്ണോന്റെ ലോക്കറത് കട്ടെടുത്താണ് വീണ്ടും. ദൈവമേ ഇവിടെ ഇവിടെ കട്ട്. ഐഡി പറഞ്ഞേ. ഈ സിറ്റിയിൽ ആർക്കും ഇല്ലാത്തൊരു സാധനം തരാം. എന്റെ ID 161. ജുവൽസ്. ഇതുകൊണ്ട് എന്താണ് ഗുണം? ഇതൊന്നുമില്ല, സ്പെഷ്യൽ ആയിട്ടുള്ള ആർക്കെല്ലാം കൊടുത്തു. ഓ അത്രേ ഉള്ളു. സ്പെഷ്യലായിട്ട് ആരും ഇല്ലടാ, അതിലെ പ്രശ്നം. കണ്ട് സ്പെഷ്യലായിട്ട് ആരെയും കാണാൻ. ഇത് തുരുമ്പെടുക്കാത്ത സാധനം. പക്ഷെ ഇത് തുരുമ്പെടുത്താലും ആരും വരൂല, പേടിക്കണ്ട. എനിക്കൊരു ഉപയോഗമായിട്ടില്ല. അതെ സൂപ്പർ. ജോലി നിനക്ക് എന്തിനാണ്? നിനക്ക് കിട്ടിയിട്ട് ആർക്ക് കൊടുക്കാം? നിനക്ക് പെണ്ണുണ്ടോ? സിറ്റി പെണ്ണുണ്ടോ? ചെക്കൻ പോലും കിട്ടത്തില്ല നിനക്ക്. നിനക്ക് മാമന്മാര് പോലും നിന്നെ വേണമെന്ന് പറയൂല. അങ്ങനത്തെ പയ്യനാണ് നീ. പക്ഷെ
ഇവനെ പോലെ ഒരു അനിയനെയൊക്കെ നമുക്ക് വേണമല്ലേ ഇങ്ങനെ സിറ്റിയില് വഴികളെ തെണ്ടി കിടന്ന് അടിയുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി വരുന്ന ഒരു പയ്യുണ്ടല്ലേ നമ്മളൊരു അനിയനായിട്ടുണ്ടെങ്കിൽ എന്നും അതാര് ആര് കണ്ണാപ്പിയാണോ വരുമ്പത്തേക്ക് നിന്നെ കാണാൻ പറയാ വന്ന് നിനക്കൊരു സന്തോഷം വേണ്ടേ ഞാൻ വിളിച്ചപ്പോ വരും അന്യൻ വേറെ ആര് ഇപ്പൊ ഇത്തിരി വിഷമത്തിലായോണ്ട് വരാത്തേണ് എന്തിനാണ് അത് എത്ര 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 റേറ്റ് പറ റേറ്റ് പറ കാൽഭാഗം വേണ്ട ഫിക്സ് ഫിക്സ് ആ നീ ഒരെണ്ണത്തിന്റെ റേറ്റ് പറ 200 എടുക്കാനായിട്ട് ഒരെണ്ണം എത്ര കാര്യമെന്ന് പറ അത് നീ കറക്റ്റ് 35,000 ബ്ലാക്കാ ബ്ലാക്ക് എന്റെ ഇല്ലടാ എടാ നിന്റെ ബ്ലാക്ക് ഉണ്ടെങ്കിൽ എനിക്ക് നീ ഇത്തിരി വൈറ്റിന് കുറച്ച് ബ്ലാക്ക് ഒപ്പിച്ച് തരുമോ 1:5 ഒന്നും തരാൻ എന്റെ ഇല്ല എടാ 1:5 ഒന്നും തരാൻ എന്റെ ഇല്ല എന്റെ കുറച്ച് ഞാൻ കുറച്ച് ഫണ്ട് ഒപ്പിച്ച് നിന്റെ എത്ര ഉണ്ട് പറ ഞാൻ ഇന്ന് കുറച്ച് കഴിയുമ്പോൾ എടുക്കാം എന്നാ ഗണ്ണ് ഒന്നേ ഉള്ളൂ ഒന്നേ തരത്തുള്ളൂ പിന്നെ പിന്നെ എത്രയാണ് ആ ഹലോ എത്ര ഉണ്ട് നിന്റെ പറ ഉള്ള എത്ര ഉണ്ടെന്ന് പറ ഓ പിന്നെ വെളിയിലത്തെ കേസാടാ 4,30,000 രൂപ ഓ ആ ക്യാമറ സംഭവം എന്താണെന്നറിയാവാ ഇവിടെ ഇതേ സ്ഥലത്ത് ഒരുത്തം വന്നിട്ട് പറഞ്ഞു ഇന്ത്യയിൽ 1 കോടി രൂപയും 200 തുളസി 200 ബെത്തും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ അതെനിക്ക് ഞാൻ ബ്രോക്ക് 8 കോടി രൂപ തരാന്ന് പറഞ്ഞു. വെയിറ്റ് പണി ഞാൻ ഇവന്റെ സാധനം വെച്ചിട്ട് പൈസ ഇട്ട് കൊടുത്തത് 80 ലക്ഷം അപ്പൊ നീ പറ്റിച്ച് അല്ല പറ്റിച്ചല്ല അപ്പൊ ഞാൻ അതേ വെച്ചോടാ സാധനം മാറ്റാന്ന് പറഞ്ഞു. ഓ ഓക്കെ 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 സെറ്റ് സെറ്റ് എടാ ഇത് സത്യത്തിൽ ഒറിജിനൽ ഡേർട്ടി മണി തന്നെ ഫേക്കാണാ ഇതിന്റെ അകത്തും ഫേക്കൊക്കെ ഉണ്ട് ഇപ്പൊ ഈയിടക്കായിട്ട് കുറെ കള്ള പൈസ സത്യം ഇപ്പൊ എന്തൊക്കെ തോക്കൊക്കെ വെടിവെച്ചാ പോകുന്നൊക്കെ നോക്കട്ടെ എനിക്ക് സംശയമുണ്ട് വെള്ളം ചീറ്റ് 1 സൗത്ത് 1:2 എന്നാണല്ലേ ഉദ്ദേശിച്ച പയ്യൻ ആ ബ്രോ ബ്രോ പറ ബ്രോ ടോമെ പറ നിന്റെ മൈക്ക് ഇത്ര ശബ്ദം അറിയല്ലേ എറിഞ്ഞപ്പോ കയ്യില് വെറുതെ വെച്ചോണ്ടിരുന്നോ ഓ ഇല്ല ഞാൻ പിന്നെ കുറച്ച് ഡീലിങ്സ് ചെയ്യുമായിരുന്നു എടാ എടാ ഗണ്ണ് ഇപ്പൊ തന്ന റേറ്റ് നല്ല റേറ്റ് ആണ് എടാ അത് 70 ലക്ഷം രൂപയുടെ ബ്ലാക്കിന്റെ ഗണ്ണ് അപ്പൊ എനിക്ക് 1 കോടി 70 ലക്ഷം ബ്ലാക്ക് ഉള്ള ഗണ്ണ് എനിക്ക് 1 കോടി 75 ലക്ഷം രൂപയ്ക്ക് വൈറ്റിന് തന്നു ലാഭമാണോ പക്ഷേ 70 ലക്ഷം അല്ല സസ്താവാണ് സസ്താവാ 70 ലക്ഷം അല്ല 75 ആണ് 90 ലക്ഷമാണ് ഗ്രോസാ ആ കറക്റ്റ് ഓക്കെ അപ്പൊ കറക്റ്റാണ് ഞാനിതെന്നാ ലോക്കറിൽ വെച്ചിട്ട് വരാം ഡെലിവറി ഓൺലി അല്ലേ ഡെലിവറി ഓൺലി ആണെന്നാ പറഞ്ഞത് ഈ ലോക്കറെ കഴിഞ്ഞിട്ട് സാധനം എടുക്കുന്ന കള്ളന്മാരൊക്കെ കാരണം ഇപ്പൊ വിശ്വസിച്ച് സാധനം വിൽക്കാൻ പറ്റും ഒരു പയ്യനുണ്ട് സൂപ്പർ പറഞ്ഞുതരാ ഒന്നല്ല ഒരുപാട് പയ്യന്മാരുണ്ട് എല്ലാത്തിനും എല്ലാരും പറഞ്ഞിട്ട് ഞാനും നോക്കിയിരുന്നു ഒരു ദിവസം കുറച്ചു നേരം ഇരുന്നിട്ട് ഒന്നും നടന്നില്ല എങ്ങനെ അറിയോ ഓ ഈസി ആയിരുന്നു നമ്പറൊക്കെ 1 2 3 4 അടിച്ചു 1 2 3 4 അടിച്ചു 4 അല്ല 1 2 3 4 1 1 1 1 1 അങ്ങനല്ല അയ്യോ പറഞ്ഞ കൊണ്ടുപോന്നെ ഇവൻ തന്നെ ഇത് അവ ഇപ്പൊ ഇത് തുറക്കേട് വിട്ടിരുന്ന ഏതോ ഓരോന്നൊക്കെ നമ്മളോട് വന്ന പയ്യ ഗണ്ണ് കിട്ടി അതിലെ ഞാൻ അകത്ത് വെച്ചത് ചന്ദ്രനല്ല ഇത് എടാ നീ ഇങ്ങ വന്നാണ് മോണ്ടർ അല്ലടാ നിന്റെ മറ്റേ മോണ്ടറേ മറ്റേ ഇതൊക്കെ എത്ര എണ്ണൊക്കെ ഉണ്ട് മറ്റേ മാവും ഇത് അത് എത്ര റേറ്റ് വരും റേറ്റ് പറ നീ പറ വൈറ്റിലെ റേറ്റ് പറ എന്റെ ബ്ലാക്ക് ഇല്ല ഞാൻ പറഞ്ഞില്ലേ ബ്ലാക്ക് എന്റെ ഇല്ല
ഒരു ദിവസം ഒരു ഇരിക്കുന്നു. സൂപ്പറാ എന്റെ മറ്റേ കന്നഡ ഒരു കണ്ടു. ആ കണ്ടില്ല. സരക്കണ്ണന്റെ വെത്തുണ്ടാ നിന്റെ എത്ര എണ്ണം ഉണ്ടോ റേറ്റ് പറ, അപ്പൊ ഞാൻ അതനുസരിച്ച് എടുക്കാം. 200 എണ്ണത്തിന് 70 ലക്ഷം രൂപ. എന്ത് എന്ത് ഛേ, മറ്റൊന്ന്, ഛേ. മാവ്. 200 എണ്ണം 70 ലക്ഷം രൂപയല്ലേ? ഓ ലാഭോ അത് ബ്ലാക്കിന്റെ റേറ്റാണ് റാസ്കലെ പറയുന്നത്. ബ്ലാക്കാ ബ്ലാക്കിനൊന്നും ആരും വാങ്ങണ്ട. അണ്ണാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ വൈറ്റില് പറ. അണ്ണന്റെ ഒരു 10 ലക്ഷം ബ്ലാക്ക് ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ അതെങ്ങനെയുണ്ട്? 200 എണ്ണം കിട്ടും സുഖമായിട്ട്. അതെ അരമണിക്കൂർ ഇരിക്കണ്ടേ അതല്ലേ? മോട്ടർ എങ്ങനെ കൊടുക്കും 200 എണ്ണത്തിന് ഒരു കോടി രൂപ? തല്ലാണ് ഞാൻ തല്ലിന്റെ ഇടയിൽ ഇതും കൊണ്ടൊക്കെ പോയി ഇരുന്നാൽ ഞാൻ എങ്ങനെ ഇരിക്കും? ഓഫ്ലൈൻ ആ നിങ്ങളോട് ഞാൻ ചോദിച്ചായിരുന്നു. ആ പറ. സരക്കണ്ണ 200 എണ്ണത്തിന് 1 കോടി ലാഭം. നീ ഇന്നും കൂടിയുള്ളൂ 200 എണ്ണം 1 കോടി രൂപയെ? അല്ലെ ഞാൻ പറഞ്ഞുതരാം 70 ലക്ഷമാണ് മറ്റേ സാധനത്തിന്. ആ ഞാനത് ഫ്രീ ആകില്ല 5 മക്കളും 2 വേണ്ട മെത്ത് എത്ര വേണം അണ്ണ? ഞാനല്ല മെത്തില്ല മാവ് എത്ര ഞാൻ തരാം, ഞാൻ ഫ്രീ ആയി കൊടുക്കാം. നിന്റെ മെത്ത് വേണ്ട അല്ല അത് വേണ്ട. കമ്പനിക്കാരുണ്ടോ നമുക്ക് കഞ്ഞിപ്പാരം കുടിക്കട്ടെ. കഞ്ഞിയും പേർ നിനക്ക് കഞ്ഞിയും പേർ ഞാൻ തരാം. കഞ്ഞിയും പേർ ഞാൻ തരാം. നീ തരത്താ ബിരിയാണി ഐഡിയ നിനക്ക് 2 ആഴ്ചക്കുള്ള ഫുഡ് ഞാൻ തരാം. നീ ആവശ്യത്തിനില്ലോ. കഞ്ഞി പേരൊക്കെ ഞാൻ പറയാം 200 എണ്ണത്തിന് 1 കോടി. നീ ഒരു കാര്യം അപ്പൊ ഞാൻ റേറ്റ് പറയാം. 1.5 കോടി അതിൽ കൂടുതൽ കൂടാ അത്രയൊക്കെ മതി. എന്നാ ഒരു കോടി ഒരു എത്ര നീ പറഞ്ഞ ഫസ്റ്റ് 70 ലക്ഷം ആണല്ലേ നീ പറഞ്ഞ? എടാ മെയിൻ ഗരാജ് അപ്പൊ അതിന്റെ ഇരട്ടി 1.5 കോടി വരാം. 1.5 കോടി അതാണ് പിന്നെയും കുഴപ്പം. 1.5 കോടി വരാം. 200 തരുമോ? ഞാനൊരു 1.5 പറഞ്ഞ അതിന്റെ ഇടയിൽ ഒരു 10 കൂട്ടാതെ അവര് പറ്റൂല. 1.5 താടാ. എന്റെ പൈസ ഉണ്ടെങ്കിൽ തരൂലേ? കിട്ടുമ്പോ നിനക്ക് തരാം. കിട്ടുമ്പോ തരാം. നീ സെറ്റ് എടുത്തിട്ടോ? ഓ ഇതാരാണ്? ആ എന്നാ ഓർമ്മയുണ്ട്. അന്ന് എനിക്കൊന്ന് മറ്റേ ഇതൊക്കെ തന്നിട്ട് പോയാ ID 161. കൊലം 5 കോടി ബ്ലാക്കാ. 1000 തുളസിയാ. എന്റെ അയ്യോ 1000 മാവ്. ആരടാ നീ? പേരെന്തിന്? ഇവിടുന്ന് കൊണ്ടുവന്ന് പേര് കണ്ടുവോ? അങ്ങനെ പോയല്ലേ? എന്നെ കൊണ്ടോ ആരും വരൂല. നിന്നെ പോലെ കള്ളറാണ് വിചാരിച്ചാടാ എല്ലാരും. ഉടനെ പാവപ്പെട്ട പേരെ കള്ളറാക്കുന്ന മതി. ആ താങ്ക്സറ പേര് താങ്ക്സറ. അയ്യോ ശിക്ഷോട്ട്. ഇനി എനിക്ക് ഈ കാര കാട്ടുന്നൊക്കെ പണിയെടുക്കണ്ട. ആരെ ദൈവം വന്ന് രക്ഷിച്ചിട്ട് പോയാ അവൻ പറഞ്ഞണ്ട ബോർഡറിൽ ഏരിയൊക്കെ അമ്മ അടച്ചോളഞ്ഞല്ലേ. ഒന്നും കൊണ്ടുപോയില്ലേ. ഇവിടെ കഷ്ടപ്പെട്ട് എടുത്ത് പണിയുണ്ടാക്കി എടുത്ത സാരം പറഞ്ഞ വാടപ്പിച്ചോളഞ്ഞല്ലേ ബോർഡറില്. ആ മോണ്ടർ ഗ്യാങ്ക്രസ് ജോലി കിട്ടും കേട്ടോ. ഇന്ന് കൊണ്ടു മോണ്ടറെ. അവിടെ മോണ്ടറെ നിന്നെ തപ്പിയതുകൊണ്ട് AG ഒക്കെ അവിടെ ALX മെസ്സേജ് ഒക്കെ ഇടുന്നുണ്ട്. സൂക്ഷിച്ചു കടന്നു. സൂര്യക്കോ നീ മാത്രമല്ല. അപ്പം ഇതാ ബാക്കിൽ നിന്റെ വണ്ടിയിലിരിക്കുന്നത്. അപ്പൊ അതാരി നിന്റെ ഗ്യാങ്ങിനെ അടിക്കുന്ന പറഞ്ഞപ്പോഴും ഞാൻ പോണില്ലേ. ഞാൻ അവിടെ ഇതോളാത്ത എന്തൊരു ഭയരടാ. എടാ ഞാൻ ഇത് ലോക്കറിൽ വെച്ചതായിരുന്നു.